ഹരിശ്രീ ഗണപതയേ നമഃ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 5-ാമത്തെ അധ്യായം, ദുന്ദുകാരിയുടെ ദുർമൃത്യുവും മോചനവും. 30 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടത്. ഇനി 31-ാമത്തെ ശ്ലോകം മുതലാണ്. അതായത് ദുന്ദുകാരിയുടെ പ്രേതം ഗോകർണനോട് രാത്രി വന്നിട്ട് പ്രേതമായിട്ട് വന്ന് പറയുകയാണ്, എനിക്ക് ഏക ബന്ധുവായിട്ടുള്ളത് നീ മാത്രമാണ്, അതുകൊണ്ട് നീ എന്നെ ഈ കഷ്ടാവസ്ഥയിൽ നിന്നും വേഗം രക്ഷിച്ചാലും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഗോകർണൻ പ്രേതത്തോട് പറയുന്ന വാക്കുകളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഗോകർണ ഉവാച ത്വദർത്ഥം ദോഗയാ പിണ്ടോ മയാ ദത്തോ വിധാനത തൽക്കഥം നൈവ മുക്തോസി മമാശ്ചര്യമിതം മഹത്. ഗോകർണൻ പറഞ്ഞു, നിന്റെ സൽഗതിക്കായിട്ട് ഞാൻ വിധിപ്രകാരം ഗയാഷാദം കഴിച്ചു, എന്നിട്ട് നിനക്ക് മുക്തി ലഭിച്ചില്ല എന്ന് കേട്ട് എനിക്ക് വലിയ ആശ്ചര്യം തോന്നുന്നു. ഷാദങ്ങളിൽ ശ്രേഷ്ഠം ഗയാഷാദമാണ്. യാതൊരുവൻ്റെ പേര് പറഞ്ഞ ഗയയിൽ പിണ്ടം വയ്ക്കുന്നുവോ അവന് നിശ്ചയമായിട്ട് മുക്തി ലഭിക്കും എന്നാണ് പ്രമാണം. ഗയാഷാദാന്ന മുക്തേശ്ചേത് ഉപായോനാ പരസ്തിഹ കിം വിധേയം മയാ പ്രേത തത്വം വദ സവിസ്തരം. ഗയാഷാദം കൊണ്ട് നിനക്ക് മുക്തി ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ പ്രേതമേ, നിനക്ക് അറിയാമെങ്കിൽ ഞാനിനി എന്ത് ചെയ്യണമെന്ന് വിശദമായി പറഞ്ഞു തരിക. പ്രേതോവാച ഗയാഷാദശതേനാഭിമുക്തിർമേന ഭവിഷ്യതി ഉപായം അപരം കഞ്ചിത്വം വിചാരയ സാമ്പ്രതം. പ്രേതം പറഞ്ഞു, ഒന്നല്ല, അതുപോലെ 100 ഗയാഷാദം കഴിച്ചാലും എനിക്ക് മോചനമില്ല. അത്രമാത്രം മഹാപാപിയാണ് ഞാൻ. വേറെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നീ വേഗം എനിക്ക് വേണ്ടി അത് അനുഷ്ഠിക്കുക. ഇതി തദ് വാക്യമാകർണ്യ ഗോകർണോ വിസ്മയം ഗത ശതശാദേന മുക്തേശ്ചേത് അസാധ്യം മോചനം തവ. അവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഗോകർണൻ വിസ്മയപ്പെട്ടു. 100 ഗയാഷാദം കൊണ്ട് നിനക്ക് മുക്തി കിട്ടുന്നില്ലെങ്കിൽ നിന്നെ മറ്റൊന്നുകൊണ്ട് മോചിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇതാനിം തു നിജം സ്ഥാനം ആദിഷ്ട പ്രേത നിർഭയ ത്വന്മുക്തി സാധകം കിഞ്ചിത് ആചരിഷ്യേ വിചാര്യജ. ഹേ പ്രേതമേ, നീ ഇപ്പോൾ നിന്റെ സ്ഥാനം പ്രാപിച്ച് ഭയപ്പെടാതെ ഇരിക്കുക. നിനക്ക് മുക്തി കിട്ടാൻ എന്താണ് മാർഗമെന്ന് ഞാൻ ആലോചിച്ചറിഞ്ഞ ശേഷം വേണ്ടതുപോലെ ചെയ്യാം. ദുന്ദുകാരി നിജസ്ഥാനം തേനാദിഷ്ടസ്തോ ഗത ഗോകർണശ്ചിന്തയാമാസ താം രാത്രിം നദദ്യഗാത്. ഗോകർണന്റെ വാക്ക് കേട്ട് ദുന്ദുകാരി സ്വസ്ഥാനം പ്രാപിച്ചു. അവൻ പോയ ശേഷം ഗോകർണൻ രാത്രി മുഴുവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നിട്ടും അതിനോട് ഉപായമൊന്നും തോന്നിയില്ല. പ്രാതസ്ഥം ആഗതം ദൃഷ്ട്വാ ലോകാ പ്രീത്യാ സമാഗതാഃ തത്സർവം കഥിതം തേന ഹെജ്ജാതം ജയതാ നിശേ. പ്രഭാതമായപ്പോൾ ഗോകർണൻ തീർത്ഥയാത്ര കഴിഞ്ഞ് എത്തി എന്നറിഞ്ഞ് ജനങ്ങൾ സന്തോഷപൂർവ്വം കാണാനെത്തി. അവരോടൊക്കെ രാത്രി ഉണ്ടായ സംഭവം മുഴുവൻ വിവരിച്ചു പറഞ്ഞു. വിദ്വാംസോ യോഗനിഷ്ഠാശ്ച ജ്ഞാനിനോ ബ്രഹ്മവാദിന തന്മുക്തിം നൈവതേ പശ്യന്ത ശാസ്ത്രസഞ്ചയാൻ. പണ്ഡിതന്മാർ, യോഗനിഷ്ഠന്മാർ, ജ്ഞാനികൾ, ബ്രഹ്മവാദികൾ എന്നിവരെല്ലാം ചേർന്ന് ദുന്ദുകാരിയുടെ മുക്തിക്കായിട്ട് സർവശാസ്ത്ര ഗ്രന്ഥങ്ങളും പരിശോധിച്ചു. എന്നിട്ടൊന്നും അയാളുടെ പ്രേതനിവൃത്തിക്ക് യാതൊരു പരിഹാരമാർഗവും കണ്ടെത്താനായില്ല. തത സർവേ സൂര്യവാക്യം തന്മുക്തോ സ്ഥാപിതം പരം ഗോകർണസ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈതത. അവിടെ കൂടിയ വിദ്വാൻമാർ സർവരും കൂടി യോജിച്ച് ഈ പ്രേതത്തിന് മുക്തി കിട്ടാനുള്ള വഴി വേദസ്വരൂപനായ സൂര്യനോട് തന്നെ ചോദിക്കാൻ നിശ്ചയിച്ചു. അതനുസരിച്ച് ഗോകർണൻ തൻ്റെ യോഗശക്തി ഉപയോഗിച്ച് സൂര്യൻ്റെ ഗതിവേഗം തടഞ്ഞു. തുഭ്യം നമോ ജഗൽ സാക്ഷിൻ ബ്രൂഹി മേ മുക്തിഹേതുകം തശ്രുത്വാ ദുരത സൂര്യ സ്വടമിത്യഭ്യഭാഷത. ഈ ജഗൽ സാക്ഷിയായ ആദിത്യ ഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരം. ദുന്ദുകാരിക്ക് മുക്തി ലഭിക്കാനുള്ള കർമ്മം എന്താണെന്ന് എന്നോട് അരുളി ചെയ്യണം. ഗോകർണന്റെ വാക്കുകൾ കേട്ടിട്ട് സൂര്യഭഗവാൻ ദൂരത്തു നിന്നുകൊണ്ട് വളരെ സ്ഫുടമായി ഇപ്രകാരം പറഞ്ഞു. ശ്രീമദ് ഭാഗവതാൻ മുക്തി സപ്താഹേ വാചനം ഗുരു ഇത് സൂര്യവച സർവേ ധർമ്മരൂപം ദുവിശ്രുതം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് മുക്തി കിട്ടും. അതിനാൽ സപ്താഹമായിട്ട് ഭാഗവതം വായിക്കുക. സൂര്യഭഗവാന്റെ ഈ വാക്കുകൾ അവിടെ കൂടിയ സർവരും കേട്ടു. അത് ധർമ്മസ്വരൂപം തന്നെയെന്ന് നിശ്ചയിച്ചു. സർവേ ബ്രൂവൻ പ്രയത്നേന കർത്തവ്യം സുകരം ധിതം
ഗോപർണോ നിശ്ചയം കൃത്വ വാചനാർത്ഥം പ്രവർത്തിത. എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഈ കാര്യം നടത്തണമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. എന്നാൽ അത് അത്ര പ്രയാസമുള്ളതല്ല താനും. പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ നിശ്ചയിച്ചു. സൂര്യന്റെ വാക്കുകൾ പ്രകാരം ദുന്ദുകാരിയുടെ മുക്തിക്കായിട്ട് ഭാഗവത സപ്താഹ പാരായണം നടത്തുവാൻ ഗോകർണൻ നിശ്ചയിച്ചു. തത്ര സംഭ്രമണാർത്ഥായ ദേശഗ്രാമജനായയോഃ പങ്ക്വന്തവൃദ്ധമന്ദാശ്ച ദേവി വാഭക്ഷയായ വൈ. ആ സപ്താഹം കേൾക്കുന്നതിനായിട്ട് ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ധാരാളം ജനങ്ങൾ വന്നുകൂടി. മുടന്തന്മാർ, അന്ധന്മാർ, വൃദ്ധന്മാർ, മൂഢന്മാർ തുടങ്ങിയവർ പോലും അവരുടെ പാപം ക്ഷയിക്കാനായിട്ട് സപ്താഹ ശ്രവണത്തിനെത്തി. സമാജസ്തു മഹാൻ ജാതോ വേദവിസ്മയകാരക യഥൈവാസനമാസ്തായ ഗോകർണോ കഥയത് കഥാം. സപ്താഹം ശ്രമിക്കാനെത്തിയ സദസ്യരെ പറ്റി പറയുന്നു. അവിടെ കൂടിയ സദസ് വളരെ വലുതായിരുന്നു. ആ കൂട്ടം കണ്ടിട്ട് ദേവന്മാർ പോലും വിസ്മയിച്ചു പോയി. ഭാഗവതം വായിച്ച് കഥ പറയാനായിട്ട് ഗോകർണൻ ദൈവാസനത്തിൽ, അതായത് വ്യാസപീഠത്തിൽ ഇരുന്നു. സ പ്രേതോപീതദായാഥാനം പശ്യനിതസ്തത സപ്തഗ്രന്ഥിയുതം തത്ര പശ്യത്കീജകമുക്ഷിതം. ആ സമയത്ത് ദുന്ദുകാരിയുടെ പ്രേതം തനിക്ക് ഇരിക്കാനുള്ള സ്ഥാനം ഏതെന്ന് നിരീക്ഷിച്ചുകൊണ്ട് അവിടെ വന്നു. സപ്താഹ വായന നടത്തുന്നതിൻ്റെ സമീപത്ത് 7 മുട്ടുകളോട് കൂടിയ, ഗ്രന്ഥി പറയുമ്പോൾ മുട്ട്, 7 ഗ്രന്ഥികളോട് കൂടിയ ഒരു മുള ഉയർന്നു നിൽക്കുന്നത് കണ്ടു. ഭാഗവത സപ്താഹം നടത്തുമ്പോൾ മുഖ്യ ആചാര്യന് ഇരിക്കാൻ തയ്യാറാക്കുന്ന ആസനത്തിനാണ് വ്യാസപീഠം എന്ന് പറയുന്നത്. തന്മൂലഛിദ്രമാവിശ്രവണാർത്ഥം സിതോഹ്യസോ വാദരൂപീ സ്ഥിതിം കർത്തും അശക്തോ വംശമാവിശത്. അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ഒരു ദ്വാരത്തിൽ കൂടി ദുന്ദുകാരി സപ്താഹ ശ്രവണത്തിനായി മുളയ്ക്കുള്ളിൽ കയറിയിരുന്നു. വാദരൂപിയായ പ്രേതത്തിന് സ്ഥിരമായ ഒരിടത്ത് ഇരിക്കാൻ സാധ്യമല്ല. ചഞ്ചലമായ നിലയിൽ കഥാശ്രവണവും സാധ്യമല്ല. അതിനാലാണ് മുളയുടെ മൂലത്തിൽ പ്രേതം ഉറച്ചിരുന്നത്. വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശോധാരം പരികൽപ്യസ പ്രഥമസ്കന്ധത സ്പഷ്ടം ആഖ്യാനം ധേനുജോകരോത്. സപ്താഹം നടക്കുമ്പോൾ ശ്രദ്ധാലുവായൊരു മുഖ്യ ശ്രോതാവ് ആവശ്യമാണ്. അതിനാൽ വിഷ്ണുഭക്തനായ ഒരു ബ്രാഹ്മണനെ ഗോകർണൻ മുഖ്യ ശ്രോതാവായിട്ട് നിശ്ചയിച്ച് വായന തുടങ്ങി. ഭാഗവതം പ്രഥമസ്കന്ധം മുതൽ വായന തുടങ്ങി. ശ്രോതാക്കൾക്കെല്ലാം മനസ്സിലാക്കത്തക്ക വിധം വളരെ സ്പഷ്ടമായിട്ട് വായിച്ചു. ഭാഗവത സപ്താഹം കേൾക്കാൻ ചഞ്ചലമായി മനസ്സ് പാടില്ല. ഒരിടത്ത് ഉറച്ചിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സപ്താഹയജ്ഞം നടക്കുമ്പോൾ കഥാശ്രവണത്തിൽ തൽപരനും ശ്രദ്ധിക്കുന്നവനുമായൊരു വിഷ്ണുഭക്തനെ മുഖ്യ ശ്രോതാവായിട്ട് നിശ്ചയിക്കുകയും വേണം. ദിനാന്തേ രക്ഷിതാഗാഥ തഥാ ചിത്രം ബഭൂവ വംശേകരന്തി ഭേദാഭൂ സശബ്ദം പശ്യതാം സദാം. ദിനത്തിൻ്റെ അവസാനത്തിൽ വായന നിർത്തി. അപ്പോൾ വളരെ വിചിത്രമായ സംഭവമുണ്ടായി. 1-ാം ദിവസം എല്ലാവരും വായന കേട്ടുകൊണ്ടിരിക്കെ മുളയുടെ 1-ാമത്തെ ഗ്രന്ഥി പൊട്ടിപ്പോയി. ഭാഗവത സപ്താഹത്തിൽ ഓരോ ദിവസവും വായിക്കേണ്ട ഭാഗങ്ങൾ ബ്രഹ്മദേവൻ തന്നെ ശ്രീ നാരദമുനിക്ക് ഉപദേശിച്ചിട്ടുണ്ട്. 1-ാം ദിവസം വരാഹാവതാരം വരെ, 2-ാം ദിവസം ഭരതകഥ വരെ, 3-ാം ദിവസം നരസിംഹാവതാരം വരെ, 4-ാമത്തെ ദിവസം വംശവർണ്ണനം വരെ, 5-ാമത്തെ ദിവസം ഭഗവാന്റെ ഗുരുകുലവാസവും ഗുരുദക്ഷിണയും വരെ, 6-ാമത്തെ ദിവസം അവതാര ലീലാ സമാപ്തി, 7-ാമത്തെ ദിവസം ശ്രീ ശുഖപൂജ വരെ. ഇതാണ് വായനാക്രമം. എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യാവന്ദനാദികൾക്കായിട്ട് വായന നിർത്തണം. ദ്വിതീയേ നീതദാസായം ദ്വിതീയ ഗ്രന്ഥിവേദിനം തൃതീയേ നിതദാസായം തൃതീയ ഗ്രന്ഥിവേദനം ഏവം സപ്തദിനൈശ്ചൈവ സപ്തഗ്രന്ഥിവിഭേദനം കൃത്വാ സദ്വാദശസ്കന്ധ ശ്രവണാ പ്രേതതാം ജഹോ ദിവ്യരൂപധരോ ജാതസ്തുളസീധാമമണ്ഡിത പീതവാസാകനശ്യാമോ മുകുടീകുണ്ടലാന്വിത നനാമാഭ്രാതരം സദ്യോ ഗോകർണം ഇതി ചബ്രവീത് ത്വയാഹം മോചിതോ ബന്ധു കൃപയാ പ്രേതകസ്മലാത്. തുടർന്ന് 2-ാമത്തെ ദിവസം 2-ാമത്തെ ഗ്രന്ഥിയും 3-ാമത്തെ ദിവസം 3-ാമത്തെ ഗ്രന്ഥിയും പൊട്ടി വീണു. ഇങ്ങനെ 7 ദിവസം കൊണ്ട് 7 മുട്ടും പൊട്ടി. പ്രേതമായിരുന്നിട്ട് പോലും 12 സ്കന്ധവും വായിച്ചു കേട്ട മഹാപുണ്യം കൊണ്ട് ദുന്ദുകാരി പ്രേതഭാവം വെടിഞ്ഞ് ദിവ്യരൂപം ധരിച്ച് മുളയിൽ നിന്നും പുറത്തു വന്നു. മേഘം പോലെ ശ്യാമള നിറത്തോടെ മഞ്ഞ പട്ടുടുത്ത് തുളസിമാലകൾ അണിഞ്ഞ് മകരകുണ്ടലങ്ങളാൽ അലങ്കൃതനായി പുറത്തു വന്ന ദുന്ദുകാരി സഹോദരനായ ഗോകർണനെ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ബന്ധു, അങ്ങ് കരുണയോടുകൂടി പ്രേതരൂപമായിരുന്ന എന്നെ പാപത്തിൽ നിന്നും മോചിപ്പിച്ചു. ധന്യാ ഭാഗവതി വാർത്ത പ്രേതപീഡാ വിനാശിനി സപ്താഹോപി തഥാ ധന്യ കൃഷ്ണലോകബലപ്രദ.
കമ്പന്തേ സർവപാപാനി സപ്താഹ ശ്രവണേ സ്ഥിതേ അസ്മാകം പ്രളയം സദ്യ കഥാചേയം കരിഷ്യതി. പ്രേതപീഡയെപ്പോലും നശിപ്പിക്കത്തക്ക മഹാത്മ്യമുള്ള ഭാഗവത കഥ ധന്യം തന്നെ. ശ്രീകൃഷ്ണ ലോകത്തെ ശ്രോതാക്കൾക്ക് ദാനം ചെയ്യുന്ന ഭാഗവത സപ്താഹവും ഏറ്റവും ധന്യം തന്നെ. സപ്താഹം കേൾക്കാനിരിക്കുന്നവരിലുള്ള സർവ്വപാപങ്ങളും വിറകൊള്ളുന്നു. പാപങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു: ഞങ്ങളെയെല്ലാം ഈ ഭാഗവത കഥ ഇപ്പോൾ നശിപ്പിക്കും. ആർദ്രം ശുഷ്കം ലഘുസ്ഥൂലം വാഗ്മനഃ വികൃതം ശ്രവണം വിദഹേത് പാപം പാവകസരിതോ യഥാ. അസ്മിൻ വൈ ഭാരതേ വർഷേ സുരിവിർദേവ സംസദി അഗതാഷാവിണാം പുംസാം ദുഷ്ഫലം ജന്മകീർത്തിതം. കിം മോഹദോ രക്ഷിതേന സുപുഷ്ടേന ബലീയസ അദ്രൂപേണ ശരീരേണ സുഖശാസ്ത്രകഥാം വിന. ഇത് കേൾക്കുന്നവരിൽ ഇരിക്കാൻ ഞങ്ങൾക്കിനി ശക്തിയില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം, അറിവില്ലാതെ ചെയ്യുന്ന പാപം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം ആർദ്രം, അറിവില്ലാതെ ചെയ്യുന്ന പാപം ശുഷ്കം, പാറ്റകൾ കീടങ്ങൾ എന്നിവയെ കൊല്ലുന്നത് കൊണ്ടുള്ള ലഘുപാപം, ഗോഹത്യ മുതലായവ ചെയ്തുകൊണ്ടുള്ള പാപം, അതാണ് സ്ഥൂലം. കൂടാതെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യുന്ന സകല പാപങ്ങളെയും ഭാഗവത ശ്രവണം അഗ്നിയിലിട്ട ചമത പോലെ ക്ഷണത്തിൽ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നു. ഈ ഭാരതവർഷത്തിൽ ജനിച്ചിട്ട് ഭാഗവതം കേൾക്കാൻ താല്പര്യമില്ലാത്തവരുടെ ജന്മം നിഷ്ഫലമാണ് എന്ന് ദേവസഭയിൽ വെച്ച് ജ്ഞാനികളായ ആചാര്യന്മാർ കീർത്തിച്ചിട്ടുണ്ട്. മോഹം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നതും ഇപ്പോൾ പുഷ്ടി പ്രാപിച്ചിരിക്കുന്നതും ബലമുള്ളതായിരിക്കുന്നതുമായി ശരീരം നശിച്ചു പോകുന്നതാണ്. സുഖശാസ്ത്രമായ ഈ ഭാഗവത കഥാശ്രവണത്തിനായിട്ട് ശരീരത്തെ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് നിഷ്ഫലമാണ്. അസ്ഥിത്തംബം സ്നായുബന്ധം മാംസശോണിതലേപിതം ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപുരീഷയോ ജരാശോകവിഭാഗാർത്ഥം രോഗമന്ദിരമാധുരം ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം കൃമിവേഡ്ഭസ്മസംജ്ഞാന്തം ശരീരമിതി വർണ്ണിതം അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയന്നഹേ. മനുഷ്യ ശരീരം വിലയില്ലാത്തതാണെന്ന് സ്ഥാപിക്കുന്നു. എല്ലുകളാകുന്ന തൂണുകളിൽ ഞരമ്പുകളാകുന്ന കയറുകൾ കൊണ്ട് കെട്ടി ഉറപ്പിക്കപ്പെട്ടും മാംസം രക്തം എന്നിവയാൽ ലേപനം ചെയ്യപ്പെട്ട് തോലുകൊണ്ട് പൊതിയപ്പെട്ടതും മലമൂത്രങ്ങൾക്ക് ഇരിക്കാൻ പാത്രമായിരിക്കുന്നത് നിമിത്തം സദാ ദുർഗന്ധത്തോടു കൂടിയതും ജര ബാധിക്കുന്നത് നിമിത്തം അത്യന്തം ക്ലേശം അനുഭവിക്കുന്നതും രോഗങ്ങളുടെ മന്ദിരമായിരിക്കുന്നതിനാൽ എല്ലാവിധത്തിലും ദുഃഖഭൂയിഷ്ടവും തൃപ്തി വരുത്താൻ പ്രയാസകരവും ധരിക്കാൻ എളുപ്പമല്ലാത്തതും ദുഷിച്ചുപോയതും വാതപിത്ത കപദോഷങ്ങളോടുകൂടിയതും ക്ഷണത്തിൽ നശിച്ചു പോകുന്നതും അവസാന സമയത്ത് കൃമികളായോ ജന്തുക്കൾ ഭക്ഷിച്ച് മലമായിട്ടോ ഭസ്മമായിട്ടോ മാറുന്നതുമാണ് ഈ ശരീരം എന്നാണ് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്രകാരം അസ്ഥിരമായ ശരീരം കൊണ്ട് സ്ഥിരമായ ധർമാദി കാര്യങ്ങൾ സാധിക്കാത്തത് എന്താണ്? യത്പ്രാത സംസ്കൃതം ജാനാസായം ദച്ച വിനശ്യതി തദീയരസസമ്പുഷ്ടേ കായേകാ നാമ നിത്യത സപ്താഹശ്രവണാത് ലോകേ പ്രാപ്യതേ നികടേ ഹരിഃ അതോ ദോഷനിവൃത്യർത്ഥം ഹേതദേവ ഹി സാധനം. ശരീരം സ്ഥിരമല്ല എന്ന് കാണിക്കാനുള്ള കാരണം പറയുന്നു. അന്നം കൊണ്ടാണ് ശരീരം നിലനിൽക്കുന്നത്. പ്രഭാതത്തിൽ പാകം ചെയ്യുന്ന അന്നം വൈകുന്നേരമാകുമ്പോൾ ചീഞ്ഞ് നശിക്കുന്നു. അന്നം കൊണ്ട് നിലനിർത്തുന്ന ശരീരവും അതുപോലെ നശിച്ചു പോകുന്നു. അത്ര വേഗം കേടുവന്ന് നശിക്കുന്ന അന്നരസത്താൽ നല്ലവണ്ണം പോഷിപ്പിക്കപ്പെടുന്ന ഈ ശരീരത്തിന് നിത്യത എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ക്ഷണഭംഗുരമായ ശരീരം നശിച്ചു പോകുന്നതിന് മുമ്പ് നിത്യത പ്രാപിക്കാൻ ശ്രമിക്കണം. സപ്താഹ ശ്രവണം കൊണ്ട് ലോകാത്ഭുതനായ ശ്രീഹരിയുടെ ലോക ശാശ്വതനായ ശ്രീഹരിയുടെ സമീപത്തിൽ എത്തുന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.